ഞാനാണെങ്കിൽ ഒരു വലിയൊരു ഫിഷ് മാർക്കറ്റിൽ പോകുന്ന കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഫിഷ് മാർക്കറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ, ഇതൊരു ചെറിയ ബോട്ടിൽ പോലെയല്ല, ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കുറച്ച് വെള്ളം. എന്തായാലും ഇങ്ങനെയും വെള്ളമൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. നമ്മളാണെങ്കിൽ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. അതൊരു ചെറിയ മാർക്കറ്റ്, ഫുൾ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് മാർക്കറ്റിനകത്ത് എൻ്റെ മോനെ ഇല്ലാത്ത ഫിഷുകളില്ല. ജീവനുള്ളത് വേണോ ജീവനില്ലാത്തത് വേണോ എല്ലാത്തരം ഫിഷും ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇത് വലിയ വലിയ ഞണ്ടുകളൊക്കെ അതാ വെള്ളത്തിൽ ഓടിച്ചാടി നടക്കുന്ന കണ്ടില്ലേ. ജീവനുള്ളതൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ജീവനില്ലാത്ത ഏതൊക്കെ സൈസുകളുണ്ട് കണ്ടില്ലേ. ഞണ്ടുകളൊക്കെ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ. ഇതുപോലെ അക്വേറിയം പോലത്തെ രീതിക്കാണ് ഇവർ ഈ ജീവനുള്ളതിനൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇഷ്ടം പോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അത്രയും നല്ലൊരു വലിയൊരു മാർക്കറ്റാണ് ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ഈ ഒരു ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഒരു ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം അങ്ങനത്തെ ഉള്ള മാർക്കറ്റ് പോലെയാണ് ഈ ഒരു ഫിഷ് മാർക്കറ്റ്. എന്ത് രസമാണല്ലേ. ഞങ്ങൾ കുറേ മീനുകൾ പറഞ്ഞു കേട്ടോ. അതാകുമ്പോൾ 2 ആഴ്ച ഓടാവല്ലോ. അത്യാവശ്യം നമ്മൾ വാങ്ങിച്ചു. അതേ കൂട്ടത്തിൽ വേറെ കണ്ടില്ലേ, ഡ്രൈ ഫിഷ്, ഉണക്ക മീനുകളുടെ ഒരേ ശേഖരം. നാട്ടിൽ പോലും കാണാത്ത പലതരം ഉണക്ക മീനുകൾ ഞാൻ അവിടെ കണ്ടു. കൂടാതെ ആണെങ്കിൽ ഇതെല്ലാം ഫ്രഷ് മീനും ഉണ്ട്, വളർത്തു മീനും ഉണ്ട്. അങ്ങനെ ഇതാ അക്വേറിയത്തിലിടുന്ന മീൻ വരെയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ കണ്ടില്ല, ഇത് വരുന്നതെന്ന് വെച്ചാൽ ഫിഷ് കട്ട് ചെയ്യുന്നതാണ്. എന്തോരം പേരാണ് ഫിഷ് കട്ട് ചെയ്യാൻ പോലും. ഇതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്.